നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബംഗാളികളും ആസാമികളും എന്ന് വേണ്ട തമിഴന്മാരടക്കം ഉള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട് വിടുകയാണ്. അവരുടെ നാട്ടിലോട്ട് പോവുകയാണ്. എന്തിനാണെന്ന് അറിയോ? ഇപ്പോൾ അവിടെ ഓഡിഷയിൽ ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് അവർ നാട്ടിലോട്ട് പോവുകയാണ്. കേരളത്തിലെ വ്യാപാരികളും വ്യവസായികളും മറ്റുള്ള ഹോട്ടൽ ജീവനക്കാരും എല്ലാം പേടിച്ച് ഇരിക്കുകയാണ്, കരഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളികൾ പോകുന്നു, തമിഴന്മാർ പോകുന്നു, ആസാമികൾ പോകുന്നു. എന്താ കാരണമൊന്നുമില്ല. കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ കൂലിക്കൊക്കെ ചില ബംഗാളികളെയും അണ്ണന്മാരെയൊക്കെ പിടിച്ച് കൂലിക്ക് ഈ ഹോട്ടലിലൊക്കെ ആക്കും. അപ്പം കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. ഇവർക്ക് ഒരു കമ്മീഷനായിട്ട് ചിലപ്പോൾ ഒരു ഏജൻറ്റ് ഉണ്ടാവും. ഒരു 600 രൂപയ്ക്കാവും ചിലപ്പോൾ ശരാശരി ഒരു ബംഗാളിക്ക് കിട്ടുന്നത്. ചിലപ്പോൾ അതിൽ 200 രൂപ ഇവൻ ഈ ഏജൻറ്റ് പിടിക്കും, ബാക്കി 400 രൂപ അവൻ്റെ അണ്ണാക്കിലോട്ട് തള്ളും. ഇതൊക്കെ തന്നെയാണ് ഈ കേരളത്തിൽ നടക്കുന്നതിൻ്റെ ഒരു മെയിൻ ഈ നടക്കുന്ന പല കാര്യങ്ങളും. ബംഗാളികൾക്കാണ് കേരളത്തിൽ ഗൾഫാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 കിട്ടിക്കഴിഞ്ഞാൽ 500 കിട്ടിക്കഴിഞ്ഞാൽ അവനത് മതി. ചിലർ കൂലി ചോദിക്കുന്നവരുണ്ടാവും. 500 രൂപ ഒരു ടച്ച് മൊബൈൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ബംഗാളികൾ എവിടെ നിൽക്കും. എന്നാൽ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവർ നാട്ടിലോട്ട് പോവുകയാണ്. അവരെന്നല്ല, തമിഴന്മാരടക്കമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ നാട്ടിലോട്ട് പോവുകയാണ്. മെയ് പകുതിയോടെ തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ തിരിച്ചു വരത്തില്ലെന്ന് പറയുന്നു. എന്തായാലും നമ്മുടെ ഹോട്ടലുകാരൊക്കെ ഇപ്പോൾ ആകെ ആക്കിയ മാതിരിയാണ്. കാരണം എന്താ വെച്ചാൽ അണ്ണാക്കി പിരിവിട്ടിയ പോലുള്ള ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഈ ഹിന്ദിക്കാരെയും ബംഗാളികളൊക്കെ എവിടെ വെച്ച് പണിയെടുപ്പിക്കുന്നു അവരെല്ലാവരും. നിങ്ങൾ എന്തിനാ അങ്ങനെ പേടിക്കുന്നെന്താ? നിങ്ങൾ ഈ നാട്ടിലുള്ള 10 മലയാളികൾക്ക് പണി കൊടുത്തു നോക്ക്. ഒരു 200 ബംഗാളികളുണ്ടാകുമ്പോൾ ഒരു 150 മലയാളികൾക്ക് പണി കൊടുത്തു നോക്കുക. അവർ പണിയെടുക്കും. പക്ഷേ നിങ്ങളുടെ ഈ തരികിട പരിപാടിക്ക് കുറഞ്ഞ കൂലിക്കൊന്നും മലയാളി പണിയെടുക്കത്തില്ല കേട്ടോ. അത് വേറെ വിഷയം. 400 രൂപയ്ക്ക് 500 രൂപയ്ക്കൊന്നും ആരും പണിയെടുക്കത്തില്ല. പിന്നെ ഈ ബംഗാളികളെക്കാളും നല്ല ബിരിയാണി ഉണ്ടാക്കാനും പൊറോട്ട ഉണ്ടാക്കാനും അറിയുന്ന മലയാളികളുണ്ട്. നല്ല നാടൻ കുക്കുകളുണ്ട്. ഹോട്ടലിലോട്ടും ബാറിലോട്ടും അതുപോലെ തന്നെ റിസോർട്ടിലോട്ടും ഇവർ വരും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കുറഞ്ഞ കൂലിക്ക് 10,000 25,000 30,000 ഒരു നല്ലൊരു കുക്കിനെ കിട്ടത്തില്ല, അതായത് ഷെഫിനെ കിട്ടത്തില്ല. ഈ ബംഗാളിനെ വെച്ച് ഇങ്ങനെ പണിയെടുപ്പിച്ച് അല്ലെങ്കിൽ ആസാമിനെ വെച്ച് പണിയെടുപ്പിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു ലാഭം നിങ്ങൾ കാണുന്നു. ഇത് പൊതുവെ എല്ലായിടത്തും നടക്കുന്ന ഒരു സംഗതിയാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ഈ തൊഴിലാളികൾ അതേപോലെ ഈ കോൺക്രീറ്റിൻ്റെ പണിക്ക് ഈ ചുമര് കെട്ടാൻ, അതായത് വിത്ത് കെട്ടാൻ ഉള്ള ഈ പണിക്കാരെ, അതുപോലെ തറ കെട്ടുന്ന പണിക്കാരെ, വാർക്കപ്പണിക്കാരെ, ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ ഇവർക്കൊരു ഏജൻസി ഉണ്ട്. ഈ ഏജൻസി രാവിലെ അവിടെ വന്ന് നിൽക്കും. ഇവർ അരക്ക് തേറ്റ ഫാൻറ്റും കോട്ടൊക്കെ ഇട്ട് അവിടെ നിൽക്കും. എന്നിട്ട് ഈ ബംഗാളികളെ പണിയെടുപ്പിക്കും. എന്നിട്ട് അതിൽ നിന്നൊരു കമ്മീഷൻ ഇവർ വാങ്ങും. അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയത്, ഇപ്പോൾ ഇന്നലെ മീഡിയ വണ്ണിൻ്റെ ഒരു വാർത്ത കിട്ടിയാണ്. ആ മീഡിയ വണ്ണിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ കാണിച്ചു തരാം. ഈ മീഡിയ വണ്ണിന് കിട്ടിയ ഒരു വാർത്തയാണ്. അപ്പോൾ അതെന്താ ആ വാർത്ത ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി ഇപ്പോൾ സംസാരിക്കാം. ഭീഷണിയിലാണ്. ബംഗാൾ തെരഞ്ഞെടുപ്പും ബക്രീദും കഴിഞ്ഞ് ജൂൺ പകുതിയോടെ മാത്രമേ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്തുകയുള്ളൂവെന്നാണ് റിക്രൂട്ട്മെന്റ് ഏജന്റുമാർ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് റഫീഖ് വിവരങ്ങൾ നൽകും. റഫീഖ്, അസമിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പാണ്, വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ അവരവരുടെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടാകും. ഇത് കേരളത്തെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നു? ദിവ്യ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കലൂരിലാണ്. സാധാരണ കലൂർ ജംഗ്ഷനിൽ ഈ 4 ഭാഗത്തും 100 കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് സാധാരണ കൂട്ടം കൂടി നിൽക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ വിരലിലെണ്ണാവുന്ന തൊഴിലാളികൾ മാത്രമാണ് ഉള്ളത്. അതിൽ നല്ലൊരു ശതമാനവും തമിഴ്നാട്ടുകാരാണ്, തമിഴ് വംശജരാണ്. ഈ തമിഴ് വംശജ പലർക്കും ഇവിടെ വോട്ടുള്ളവരുമാണ്. അതേസമയം 35 ലക്ഷത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ടെന്നാണ് കണക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ബംഗാൾ സ്വദേശികളും, അത് കഴിഞ്ഞ് അസം സ്വദേശികളാണ്. മൂന്നാമതാണ് ഒഡീഷ. അസമിൽ കേരളത്തിലെ പോലെ തന്നെ ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടന്നു. ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഇവർ പോവുകയും ചെയ്തു. ആ സമയങ്ങളിലെല്ലാം ബംഗാൾ സ്വദേശികളെ കൊണ്ടാണ് ഇവിടുത്തെ നിർമ്മാണ തൊഴിൽ മേഖലകളിലെല്ലാം വർക്ക് ചെയ്യുന്നത്. എന്നാൽ ബംഗാളിലും 2 ഘട്ടമായി ഏപ്രിൽ 23-നും 29-നും ഇലക്ഷൻ നടക്കുന്നതിനാൽ ബംഗാളിലും തൊഴിലാളികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. SIR ഭീതിയിലാണ് ഈ തൊഴിലാളികൾ മുഴുവൻ വളരെ പെട്ടെന്ന് 1-2 ദിവസം പറഞ്ഞ് അതിനു മുമ്പ് തന്നെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന തൊഴിലാളികൾ ഇനി
ബക്രീദും കഴിഞ്ഞ് ജൂൺ പകുതിയോടുകൂടി മാത്രമേ മടങ്ങിയെത്തുള്ളൂ. ഇതോടുകൂടി ഇവിടുത്തെ ലോജിസ്റ്റിക്സ്, നിർമ്മാണ, അതുപോലെ തന്നെ ഹോട്ടൽ, സകല മേഖലകളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പല സ്ഥാപനങ്ങളും അടച്ചിട്ട് തുടങ്ങും. ഹോട്ടലുകളിൽ പലയിടത്തും ഉച്ചയ്ക്ക് ശേഷമാക്കിയിട്ടുണ്ട് ഹോട്ടലുകൾ. ചില സ്ഥലങ്ങളിൽ ഹോട്ടലുകളിൽ വിഭവങ്ങൾ കുറച്ചു. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് മേഖലയിൽ പല സ്ഥലങ്ങളിലും ലോറികളിൽ സാധനങ്ങൾ വന്ന് ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഭവം. മീഡിയ വൺ എന്തിനാ പഠിക്കുന്നത്? മീഡിയ വണ്ണേ ഇത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ ന്യൂസ് കിട്ടും. പക്ഷേ നിങ്ങളുടെ ന്യൂസിൽ ഇതിന് മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ. ബംഗാളികളോ തമിഴന്മാരോ പോയിക്കോട്ടെ, മലയാളികളുണ്ടല്ലോ, നല്ല ആരോഗ്യമുള്ള മലയാളികളുണ്ട്. നിങ്ങൾ, ഞാൻ മീഡിയ വണ്ണിനോട് പറയില്ല, പൊതുവേ ഈ ആളുകളുടെ ഒരു വിചാരം, മലയാളികളുടെ ഒരു വിചാരം, മലയാളികൾ പണിയെടുക്കത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് സമയം അവരിയ്ക്കും. ബംഗാളികൾ അങ്ങനെയല്ല. ബംഗാളികൾ കുറഞ്ഞ പണിക്ക് ജോലി ചെയ്യും, ഹിന്ദിക്കാരായാലും ബംഗാളികളായാലും. എന്നിട്ട് പിന്നെ അവർക്ക് 1 മണിക്കൂർ ഉച്ചയ്ക്ക് കിട്ടിയാൽ കിട്ടി, അതിന് റെസ്റ്റ് ചെയ്യും. മലയാളികൾ 10 മണിക്ക് ചായ കുടിക്കാതിരിക്കും, പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവിടെ ഇരിക്കും. അത് ഇവരും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഒരു ബംഗാളി ഇപ്പോൾ റെസ്റ്റില്ലാതെ പണിയെടുക്കുന്ന ഒരു ബംഗാളികളും ഇല്ല. അത് നിങ്ങൾ വർത്താനം നിർത്തും. ബംഗാളികളാണെങ്കിൽ അവന് ഉച്ചയ്ക്ക് ഒരു കൂലിപ്പണിക്കാരൻ, ഒരു പടവുകാരനാണെങ്കിൽ അവനൊരു ഉച്ചയ്ക്ക് 1 മണിക്കൂർ അവനും റെസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നത് വെച്ചാൽ അവന് കൂലി കുറച്ച് കൊടുക്കലാണ് നിങ്ങളുടെ ഏജൻസികളുടെ ഒരു വിചാരം. അതുപോലെ ഹോട്ടലുകാരും അതാണ്. ഈ ബംഗാളികളെ വെച്ച് ലാഭം കാണുന്ന ഇപ്പോൾ ചില ഹോട്ടലിലൊക്കെ ഹൗസ് കീപ്പിങ്, അതുപോലെ തന്നെ സ്റ്റോർമാന്, ഇത് സൂപ്പർവൈസറൊക്കെ ആയിട്ട് അധികം ബംഗാളികളാണ് കാണുന്നത്. ഫ്രണ്ട് ഓഫീസിൽ ചില ബംഗാളികളെ ഇരുത്തുന്നത് കാണാം. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറഞ്ഞ കൂലി, കുറേ സംഭവം. അപ്പോൾ മലയാളികൾക്ക് 20,000 കൊടുക്കുമ്പോൾ ഇവന് 15 കൊടുത്താൽ മതി. അല്ലെങ്കിൽ മലയാളികൾക്ക് 15 കൊടുക്കുമ്പോൾ ഇവന് 10 കൊടുത്താൽ മതി. ആ ഒരു ലാഭമാണ് നോക്കുന്നത്. അപ്പോൾ ഈ 5,000 മുതലാളിയുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ മാനേജറുടെ പോക്കറ്റിലോ ഇരിക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ബംഗാളികളും തമിഴന്മാരൊക്കെ നാട് വിടുമ്പോൾ ഇവർക്ക് ഇത്ര തന്നെ പേടിയും ബേജാറും വരുന്നത്. നിങ്ങൾ 10 മലയാളികൾക്ക് പണി കൊടുത്ത് നോക്കാം, പക്ഷേ കൂലി വേണം കേട്ടോ. അല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിൽ നിന്നും മലയാളി ഉണ്ടാക്കാൻ നിൽക്കത്തില്ല. നല്ല ബിരിയാണി മേക്കറുണ്ട്, നിങ്ങൾക്ക് എത്ര എണ്ണം വേണം? നിങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുക്ക്. നിങ്ങളൊരു മര്യാദ കൂലി, ഒരു സാലറി നിശ്ചയിച്ചിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്ത് നോക്കാൻ ആരും വരും. ബംഗാളികൾ തന്നെ വേണമെന്നില്ല. പിന്നെ ചില ബംഗാളികൾ ഇതിൽ നാട്ടിൽ പോയാൽ വരത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചവരൊന്നും ചിലപ്പം പിന്നെ വരത്തില്ല. അതല്ല, കേരളം ഗൾഫാണ്, ഇനിയിപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ നിന്നോളാം എന്നുള്ള രീതിയിലുള്ളവരൊക്കെ തിരിച്ചും വരും. മനസ്സിലായില്ല? അത്ര മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ കുറേ കാലമായിട്ട് ഈ ബംഗാളികളെ വെച്ചുണ്ടാക്കുന്നുണ്ട്. ബംഗാളികളുണ്ടാക്കുന്ന ബിരിയാണി, ഇപ്പോൾ ഇന്നലെ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ഞാൻ കയറി, നോർത്തിൽ. അവിടെ ബിരിയാണി ഉണ്ടാക്കിയത് ഒരു ഉപ്പോ എരിവോ ഒന്നുമില്ല. കാരണം ബിരിയാണിക്ക് എല്ലാ മസാലകളും ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണി അങ്ങോട്ട് കുഴഞ്ഞ്, അത് നമ്മൾ ആ ഉണ്ടാക്കുന്ന രീതിയിൽ പരുവത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ബിരിയാണിയാണ്. ലാസ്റ്റ് ആ കൗണ്ടറിൽ കാശ് വാങ്ങാൻ ഒരു പെണ്ണായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു ബിരിയാണിക്ക് 170 രൂപ വാങ്ങും. ഒരു ബിരിയാണിക്ക് 170 രൂപയാണ്. ഈ 170 രൂപ വാങ്ങുമ്പോൾ ആ കസ്റ്റമർക്ക് അതനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ്, അതായത് അവന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ, വായു വെച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ നിങ്ങളൊരു പെണ്ണായതുകൊണ്ടും നിങ്ങളോട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ആണുങ്ങളാരെങ്കിലും ഇരിക്കണം തന്നെ ശരിക്കുള്ള വർത്തമാനം ഞാൻ പറയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ല. ശരിയാണ്. എന്തിനാ ഒരു ബിരിയാണി ഈ നമ്മുടെ അരി ചോറ് വെച്ച പോലെ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതിൽ നല്ല ചോറും കറിയും ഉണ്ടാക്കി കഴിക്കുകയല്ലേ നല്ലത്. അത് വെക്കത്തില്ല. കാരണം രാത്രി ചോറുണ്ടാക്കത്തില്ല. രാത്രി ഈ കുടിച്ച ബിരിയാണി, ഈ ടേസ്റ്റ് ഇല്ലാത്ത ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കയറത്തുള്ളൂ. പിന്നെ അതും തിന്നുന്നവർ വാരി വഴിയെ കഴിക്കുന്നവരുണ്ട്. ഞാനൊരു ബിരിയാണി വാങ്ങിയിട്ട് അതിൻ്റെ പകുതിയെ കഴിച്ചുള്ളൂ. കാരണം അത് ഞാൻ അവിടെ അളിച്ചിട്ട് പൂര ചെയ്തു. കാരണം നമുക്ക് തിന്നാൻ തോന്നണ്ടേ. അച്ചാറും ഒരു മോരും തരും. മോര് ഉള്ളി ഇട്ടിട്ട് ഒരു മോര് ഉണ്ടാക്കിയിട്ട് ഇതും തരും. എന്നിട്ട് ഈ സാധനം കഴിക്കാൻ തോന്നണ്ടേ തന്നെ തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വേണ്ടത്ര മസാല ഇല്ല. പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഈ പഴയ കാലത്ത് ആർക്കേജ് ഡാൾഡയൊക്കെ ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളായിട്ട് നെയ്യ് ഉണ്ട്. ആ നെയ്യായിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കും. നല്ല കല്യാണ വീടുകളിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. നല്ല ചില അടിപൊളി യമണ്ടം ബിരിയാണി. അതായത് നമ്മുടെ ഹോട്ടലിലെ ബിരിയാണി തോറ്റുപോകും. എങ്കിലും അപ്പോൾ ഇനിയെങ്കിലും ഈ ഹോട്ടലുകാർ ഇങ്ങനത്തെ ഉടായി പരിപാടിക്ക് നിർത്തി നമ്മുടെ ഒരു 10 മലയാളികൾക്ക് പണിയെടുത്ത് നോക്ക്. സൂപ്പറായിട്ടുണ്ടാക്കും ബിരിയാണി. പക്ഷേ പേഴ്സിന് പൈസ എടുക്കണം കേട്ടോ. പേഴ്സിൻ്റെ ഉള്ളിലോ അരക്കെട്ടിൻ്റെ ഉള്ളിലോ അല്ല ട്രൗസറിൻ്റെ പോക്കറ്റിലോ പൈസ വെച്ച് കഴിഞ്ഞാൽ ആളെ കിട്ടത്തില്ല. ശരി എന്നാൽ.